മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പ്രിസംസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ഉള്ളിൽ പ്രിസത്തിൻ്റെ വോളിയം ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താ വോളിയം ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ വോളിയമായി. ഏതൊരു പ്ലെയിൻ ഫിഗർ ആണെങ്കിലും നമുക്ക് ഏത് ഷേപ്പ് ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഇക്വലാറ്റർ ട്രയാങ്കിൾ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഏത് ഷേപ്പ് ആണെങ്കിൽ പോലും അതിൻ്റെ ബേസ് ഏരിയ കണ്ടിട്ട് അതിൻ്റെ ഹൈറ്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും, അല്ലേ? കപ്പാസിറ്റി കിട്ടും. അപ്പോൾ അത് പ്രിസത്തിൻ്റെ കപ്പാസിറ്റി കിട്ടും. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇത്തരം പ്രിസത്തിൻ്റെയൊക്കെ ഏരിയ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യണേ? ബേസ് ഏരിയ നമുക്കറിയാം ഫൈൻഡ് ചെയ്യാനായിട്ട്. ബേസ് ഏരിയ അല്ലാതെ പ്രിസം ആയി കഴിഞ്ഞാൽ അതിന് സൈഡിൽ ലാറ്ററൽ ഫേസസ് ഉണ്ടാവും, പാർശ്വത്തിൽ മുഖങ്ങളുണ്ടാവും. ആ പാർശ്വമുഖങ്ങൾ ഫൈൻഡ് ചെയ്യണം. എങ്ങനെയാണ് പാർശ്വമുഖങ്ങളുടെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അതായത് പാർശ്വമുഖങ്ങളുടെ ഏരിയ ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ LSA ആയി. ബേസ് പെരിമീറ്റർ ഇപ്പോൾ ഏത് ഷേപ്പാണ്? ഒരു സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണ്? 4A. 4A ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ അതിൻ്റെ പാർശ്വത്തിലുള്ള, ദാറ്റ് മീൻസ് ലാറ്ററൽ ഫേസിൻ്റെ ഏരിയ മുഴുവൻ കിട്ടും. ഇനി റെക്റ്റാങ്കിൾ ആണെങ്കിൽ 2 ഇൻറ്റു L+B ചെയ്തിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ കിട്ടി. ഇൻറ്റു ഹൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർശ്വത്തിലുള്ള എല്ലാ മുഖങ്ങളുടെ ഏരിയയും, ദാറ്റ് മീൻസ് പരപ്പളവ് അത് കിട്ടും നമുക്ക്. അതായത് ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര ലാറ്ററൽ ഫേസസ് ഉണ്ടാവും? ബേസിന് എത്ര സൈഡ്സ് ഉണ്ടോ ആ സൈഡാണ് പാർശ്വമുഖങ്ങൾ. ഇപ്പോൾ ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണ്. അപ്പോൾ എത്ര പാർശ്വമുഖങ്ങളുണ്ടാവും? 3 പാർശ്വമുഖങ്ങളുണ്ടാവും. ഇനി റെക്റ്റാങ്കിളിന് 4 ആണ്. അപ്പോൾ എത്ര പാർശ്വമുഖങ്ങളുണ്ടാവും? അതായത് 4 ലാറ്ററൽ ഫേസസ് ഉണ്ടാവും. ഇനി ഹെക്സഗണിന് 6 ആണ്. 6 ആണെങ്കിൽ എത്ര ലാറ്ററൽ ഫേസസ് ഉണ്ടാവും? 6 ലാറ്ററൽ ഫേസസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഫേസ് ഏരിയയോ, ടോട്ടൽ സർഫസ് ഏരിയ, ടോട്ടൽ ഫേസസ് എത്രയാണ്? അതായത് ഈ പറഞ്ഞത് +2, അതായത് ബേസും ടോപ്പും 2 ബേസ് ഫേസുകൾ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ 3 + 2 5. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ LSA + 2 ഇൻറ്റു ബേസ് ഏരിയ. ഇത് വെച്ചുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിൾ പ്രോബ്ലംസാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഏരിയ. ഓക്കെ, ഈ ഏരിയയ്ക്ക് മുന്നേ നമ്മൾ എന്താ പഠിച്ചത്? വോളിയമാണ്. അതായത് പ്രിസംസിൻ്റെ വോളിയം ഫൈൻഡ് ചെയ്യാൻ. വോളിയം ദാറ്റ് ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഈ ഏരിയ എന്താണ്? അതായത് ബേസ് മാത്രമല്ല, നമുക്കൊരു സോളിഡ് ആയിട്ടുള്ള പ്രിസം, അതായത് ഇതേപോലെ വരുന്ന ഒരു പ്രിസത്തിന് നമുക്ക് ബേസ് മാത്രമല്ലല്ലോ ഉള്ളത്. ഇതാ ഇങ്ങനെ 4 ചുറ്റുമുണ്ട്, ഇതാ ടോപ്പിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഏരിയ ഫൈൻഡ് ചെയ്യണത് എങ്ങനെയാണ്? ഈ സൈഡിലുള്ള ഏരിയ ഫൈൻഡ് ചെയ്യണത് എങ്ങനെയാണ്? ഈ ഏരിയ ഫൈൻഡ് ചെയ്യാൻ മാത്രമേ നമുക്കിപ്പോൾ അറിയുള്ളൂ, അല്ലേ? ഈ ഏരിയ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത് തന്നെയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് എത്ര ഫേസ് ഉണ്ട് നോക്കൂ. ഇതിന് എത്ര ഫേസ് ഉണ്ട്? അതായത് 2 ബേസ് ഫേസ് ഉണ്ട്, കണ്ടോ? ഇതും ബേസ് ഫേസുകളാണ്. ഇനി നോക്കി 4 ചുറ്റും, കണ്ടോ? ഈ 1 2 3 4. അപ്പോൾ ഇതിന് 4 ലാറ്ററൽ ഫേസ് എന്നാണ് ഇതിനെ പറയാം. പാർശ്വത്തിലുള്ള മുഖങ്ങൾ, പാർശ്വമുഖങ്ങൾ, അതായത് ലാറ്ററൽ ഫേസസ്. ഓക്കെ, അപ്പോൾ 4 ലാറ്ററൽ ഫേസസും 2 ബേസ് ഫേസുമാണ് ഇതിനുള്ളത്. അതുപോലെ ഏതൊരു ഷേപ്പാണെങ്കിലും, ഇപ്പോൾ നോക്കൂ, ഇത് റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഈ റെക്റ്റാങ്കുലർ ഷേപ്പിന് എത്ര ഫേസ് ഉണ്ട്? എത്ര ഫേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം, ഫേസസ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 4 സൈഡാണുള്ളത്. അപ്പോൾ 4 ലാറ്ററൽ ഫേസ് + 2 ബേസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഫേസസ് ആണ് ഉള്ളത്. ഇനി നമുക്കൊരു ട്രയാങ്കിൾ എടുക്കാം. ഈ ട്രയാങ്കിളിന് എത്ര ഫേസ് ഉണ്ട്? അതായത് ടോപ്പായിട്ടുള്ളൊരു ബേസ് ഇതുപോലെ തന്നെ, ഇതിൻ്റെ പ്രിസമാണെങ്കിൽ താഴെയും ഇതേപോലെ തന്നെ വരും, അല്ലേ? പിന്നെ സൈഡിൽ 1 2 3. അപ്പോൾ എത്ര ഫേസസാണ് ഉള്ളത്? ഫേസസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 2 ദാറ്റ് മീൻസ് 5 ഫേസസ് ആണുള്ളത്. ഇനി ഞാൻ എടുക്കുകയാണ്, നോക്കി, ഹെക്സഗൺ. ഇങ്ങനെ ഹെക്സഗൺ എടുത്തു. ഇപ്പോൾ ഈ ഹെക്സഗൺ എടുത്താൽ 1 2 3 4 5 6 ഫേസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ടോപ്പിലും ഉണ്ടാവുമല്ലോ ഒരെണ്ണം, അല്ലേ? ഇത് ബോട്ടം, ഇത് ടോപ്പിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫേസസ് എത്ര എണ്ണം ഉണ്ടാവും? ടോട്ടൽ ഫേസസ് ഇത് 6 + 2 ദാറ്റ് മീൻസ് 8 ഫേസസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഫേസിൻ്റെ എണ്ണം നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ ഫേസസ് മനസ്സിലായി. അപ്പോൾ എല്ലാ ഫേസസിൻ്റെയും കൂടി ഏരിയ നമുക്ക് ഫൈൻഡ് ചെയ്യണം. എല്ലാ ഫേസിൻ്റെയും കൂടി ഏരിയ നമുക്ക് ഫൈൻഡ് ചെയ്യണം.
അപ്പോൾ നമുക്ക് അതിന് ടോട്ടൽ സർഫസ് ഏരിയ എന്നാണ് പറയുക. ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല നോക്കി, 2 ബേസ് ഫേസ് ഉണ്ട് അല്ലേ, 2 ബേസ് ഏരിയ എന്നെഴുതാൻ പോവാ ഞാൻ. ബേസ് ഏരിയ പ്ലസ് അത് കൂടാതെ കണ്ടോ ഈ 4 ഇവിടെ 3 ഇവിടെ 6 ഇതിന് എന്താ പറയുന്നത്, ലാറ്ററൽ ഫേസസ് അല്ലേ. അപ്പോൾ LSA എന്ന് ഞാൻ എഴുതാൻ പോവാ. LSA ലാറ്ററൽ സർഫസ് ഏരിയ, പാർശ്വമുഖ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ഇതിന് TSA ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, 2 ബേസ് ഏരിയ പ്ലസ് LSA എന്ന് കൊടുക്കാം. 2 ബേസ് ഏരിയ. അപ്പോൾ ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല. ഓക്കെ, ഇത് നമുക്കറിയാം ഈ ബേസ് ഏരിയ ഫൈൻഡ് ചെയ്യാൻ, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇപ്പോൾ ഇതിൻ്റെ ബേസ് ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ബേസ് ഏരിയ കിട്ടി. ഇതിൻ്റെ ഈക്വലായിട്ട് ട്രയാങ്കിൾ ആണെങ്കിൽ √3/4a². ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ഏരിയ ട്രയാങ്കിളിൻ്റെ. ഇതാണെങ്കിലോ ഇത് റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ 6 × √3/4a². അപ്പോൾ ഇതിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ബേസ് ഏരിയ നമുക്ക് അറിയാം, പക്ഷെ ലാറ്ററൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിലോ LSA ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബേസിൻ്റെ പെരിമീറ്റേഴ്സ്, അതായത് ഈ ലെങ്ത്തുകളെല്ലാം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ബേസ് പെരിമീറ്റർ, പെരിമീറ്റർ എന്ന് എഴുതിയാൽ മതി, പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, അതായത് LSA ദാറ്റ് ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, മറ്റത് എന്താണ്, വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇത് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആവുമ്പോൾ LSA നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഏതൊരു പ്രിസം ആണെങ്കിലും ആ പ്രിസത്തിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാ ഒരു ലൈൻ ഉണ്ട്, ഞാൻ ആ ലൈൻ ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എനി പ്രിസം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ബേസ് പെരിമീറ്റർ ആൻഡ് ഹൈറ്റ്. അതായത് പ്രോഡക്റ്റ് ഓഫ് ദ ബേസ് പെരിമീറ്റർ ആൻഡ് ഹൈറ്റ്, അതിനാണ് എന്ത് പേര് പറയുക, LSA എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ വർക്കൗട്ട് എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ വുഡൻ പ്രിസം ഓഫ് ബേസ് ആൻഡ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 48 square centimeters and its height is 4 centimeters. 6 of these are put together to make a hexagonal prism. To cover it completely with the colored paper, how much paper do we need? ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ലാറ്ററൽ സർഫസ് ഏരിയ ദാറ്റ് ഇസ് ഈക്വൽ ടു 48 എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. കൂടാതെ ഈ പ്രിസം ഇതിൻ്റെ ഉയരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിസം വന്നു, അതിൻ്റെ ഹൈറ്റ് 4 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു 48. ഹൈറ്റ് ഇവർ തന്നിട്ടുണ്ട് 4 അല്ലേ, 4 ഇവിടെ P. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 48. അപ്പോൾ പെരിമീറ്റർ നമുക്ക് കിട്ടും. പെരിമീറ്റർ ദാറ്റ് ഇസ് ഈക്വൽ ടു 48/4 ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതും കട്ട് ചെയ്തു, അപ്പോൾ 24 വന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു, 12 വന്നു അല്ലേ. അപ്പോൾ 12 വരും. അപ്പോൾ പെരിമീറ്റർ 12 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കാണ് ഓക്കെ 3A ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഈക്വലാറ്റർ ട്രയാങ്കിളാണ്. അപ്പോൾ 3A ദാറ്റ് ഇസ് ഈക്വൽ ടു 12 അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് എത്രയാണ്, 12/3 ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 4 കിട്ടി. അപ്പോൾ A 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് 4 ഇത് 4. ഇങ്ങനത്തെ 6 ഈക്വലാറ്റർ ട്രയാങ്കിൾ വെച്ചേക്കാണ്. എന്നിട്ട് അതൊരു ഹെക്സഗണൽ പ്രിസമാക്കി മാറ്റി. കണ്ടോ, ഞാൻ ഇതിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഞാനത് റഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ്. അപ്പോൾ ഇങ്ങനെ 6 ഈക്വലാറ്റർ ട്രയാങ്കിൾ ജോയിൻ ചെയ്തിട്ട് ഒരു ഹെക്സഗണൽ പ്രിസം ഉണ്ടാക്കി. ഈ ഹെക്സഗണൽ പ്രിസം ഇതിൻ്റെ ഹൈറ്റ് നമുക്കറിയാം, ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ആണ്. ഓക്കെ, അതേപോലെ ഓരോ സൈഡും ഇവിടെ എന്താണ്, 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് കളേർഡ് പേപ്പർ കവർ ചെയ്യണം. അങ്ങനെ വന്നാൽ എത്ര കളേർഡ് പേപ്പർ വേണം എന്ന്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ LSA പ്ലസ് 2 × ബേസ് ഏരിയ. ഇതല്ലേ ഫോർമുല.
ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ബേസ് ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. ബേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? കാരണം ഈക്വലാറ്റർ ട്രയാങ്കിളാണ് 6. 6 ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ 6 ഇൻറ്റു ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ √3/4 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വരും? 6 ഇൻറ്റു √3/4. അപ്പോൾ 4 ഇൻറ്റു 4. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 24√3 കിട്ടി. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു ബേസ് ഏരിയ ആണെങ്കിൽ എത്ര വരും? അപ്പോൾ 2 ബേസ് ഇല്ലേ, ടോപ്പിലും ഒരു ബേസ് വരില്ലേ. 2 ഇൻറ്റു ബേസ് ഏരിയ ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 24√3, അതായത് 48√3 കിട്ടി നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? LSA ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 ബേസ് ഏരിയ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? LSA. LSA ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസ് പെരിമീറ്റർ, ഇതിൻ്റെ പെരിമീറ്റർ എടുക്കണം. 1 2 3 4 5 6. അപ്പോൾ 6A അല്ലേ. അപ്പോൾ 6 ഇൻറ്റു 4 ദാറ്റ് മീൻസ് 24 വന്നു. ഇനി LSA ഇൻറ്റു LSA അല്ലാതെ പെരിമീറ്ററാണ് ഈ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ LSA ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് ഞാൻ പെരിമീറ്റർ എന്ന് കൊടുക്കുകയാണ്. LSA ദാറ്റ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, അതായത് 24 ഇൻറ്റു 4, അതായത് 4 ഇൻറ്റു 4 24 ഇൻറ്റു 4 96. അപ്പോൾ നമുക്ക് 96 കിട്ടി. അപ്പോൾ ഇനി TSA കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? TSA ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് LSA പ്ലസ്, അപ്പോൾ 96 പ്ലസ് 48√3. അപ്പോൾ ഇതിൽ നിന്നും 48നെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിൽ എടുത്താൽ നമുക്ക് എന്ത് വരും? അതായത് 2 പ്ലസ് √3 വരും. അപ്പോൾ 2 പ്ലസ് √3 എന്ന് വെച്ചാൽ 1.73. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു 48 ഇൻറ്റു 3.73 വന്നു. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നിയർലി എത്ര കിട്ടുമെന്നറിയോ? 179.04 കിട്ടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ. അപ്പോൾ ഏകദേശം നമുക്ക് ഇത്തരത്തിലുള്ള പ്രിസം കവർ ചെയ്യാനായിട്ട് 180 സ്ക്വയർ സെൻറ്റിമീറ്റർ പേപ്പറാണ് നമുക്ക് ആവശ്യം വരുന്നത് അല്ലേ. ഇത്രയുമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം എത്രയാണ് വേണ്ടത്? 180 സെൻറ്റിമീറ്റർ സ്ക്വയർ. Okay, next question. The base of a prism is an equilateral triangle of perimeter 12 centimeters and its height is 5 centimeter. What is its total surface area? Height 5 centimeter തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു പ്രിസമാണ് ഈക്വലാറ്റർ ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ പ്രിസത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണണം. അപ്പോൾ ഇതുപോലത്തെ എത്ര ഫേസ് ഉണ്ട്? 2 ഫേസ് ഉണ്ടാവും അല്ലേ. ടോട്ടൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യാനായിട്ട് ഫോർമുല എന്താണ്? LSA പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബേസ് ഏരിയ ഫൈൻഡ് ചെയ്യാം. ബേസ് ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു √3/4A². A² എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ്, പക്ഷെ പെരിമീറ്റർ തന്നേക്കണേ. അപ്പോൾ പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3A ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് A ദാറ്റ് ഈസ് ഈക്വൽ ടു 12/3. അപ്പോൾ നമുക്ക് A എത്ര കിട്ടി? 4 കിട്ടി. അപ്പോൾ ഈ ഒരു സൈഡ് 4. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ബേസ് ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. ബേസ് ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു √3/4A². അപ്പോൾ 4 ഇൻറ്റു 4. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 4√3 വന്നു. ഇനി ഇവിടെ പറഞ്ഞാൽ 2 ഇൻറ്റു ബേസ് ഏരിയ. അപ്പോൾ ഞാൻ 2 ഇൻറ്റു ബേസ് ഏരിയ എടുക്കുകയാണ്. 2 ഇൻറ്റു ബേസ് ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4√3 ദാറ്റ് ഈസ് ഈക്വൽ ടു 8√3. ഓക്കെ, ഇനി നമുക്ക് LSA ആണ്. LSA ദാറ്റ് ഈസ് ഈക്വൽ ടു, LSA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് പെരിമീറ്റർ അല്ലേ. അതായത് പെരിമീറ്റർ, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. പെരിമീറ്റർ എത്രയാണ്? 3A. അതായത് 3 ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വന്നു? ഇവിടെ 20 ഇൻറ്റു 3 ദാറ്റ് മീൻസ് 60 വന്നു അല്ലേ. ഇനി ടോട്ടൽ സർഫസ് ഏരിയ കാണണം. ടോട്ടൽ സർഫസ് ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 പ്ലസ് 8√3 വന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 60 പ്ലസ് 8 ഇൻറ്റു √3 ചെയ്താൽ 8 ഇൻറ്റു 1.73. അപ്പോൾ 60 പ്ലസ്
13.84 ആണ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. അതായത് നമുക്ക് കിട്ടുന്നത് എത്ര വരും? 73.84 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. സെൻറ്റിമീറ്ററിനാണെങ്കിൽ ഏരിയ എപ്പോഴും എന്തായിരിക്കും? യൂണിറ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 ഐഡൻറ്റിക്കൽ പ്രിസം വിത്ത് റൈറ്റ് ട്രയാങ്കിൾസ് ആസ് ബേസ് ആർ ജോയിൻഡ് ടു ഫോം എ റെക്റ്റാങ്കുലർ പ്രിസം ആസ് ഷോൺ ബിലോ. വാട്ട് ഈസ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ? നമുക്ക് തന്നിരിക്കുകയാണ് 2 റൈറ്റ് ട്രയാങ്കിൾ, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിളാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഈ 2 ട്രയാങ്കിളിൽ ഒരു നെതർ ട്രയാങ്കിൾ ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. ഈ ട്രയാങ്കിളിൻ്റെ ഒരേപോലത്തെ 2 ട്രയാങ്കുലർ പ്രിസം. ഈ ട്രയാങ്കിളിൻ്റെ എന്തെല്ലാം തന്നിട്ടുണ്ടെന്ന് അറിയോ? ഇത് നമുക്ക് 5 തന്നിട്ടുണ്ട്, ഇവിടെ 12 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും 12 ആയിട്ട് ഞാൻ മറ്റൊരു പ്രിസമാണിത്. അപ്പോൾ ഇതിന് ഹൈറ്റ് ഉണ്ട്, അതൊരു ഹൈറ്റ് തന്നിട്ടുണ്ട്. ഈ 2 പ്രിസം കൂടി ജോയിൻ ചെയ്തിട്ട് വയ്ക്കുക, അടുപ്പിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിടവൊന്നും ഇല്ലാത്ത രീതിയിൽ ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഇതും 12 ആണ്, ഇതും 5 ആണ്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പ് അവിടെ കിട്ടുന്നത്? ദാ ഇങ്ങനൊരു ഷേപ്പ് കിട്ടില്ലേ അല്ലേ? ദാ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതെന്ത് ഷേപ്പാണ്? റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് അവർ തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രിസത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഇതാ ഈ ബോക്സ് അല്ലേ, ഇപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ വച്ചേക്കാണ്. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രിസത്തിൻ്റെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഏരിയ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താ? ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ദറ്റ് ഈസ് ഈക്വൽ ടു LSA പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. 2 ഇൻറ്റു ബേസ് ഏരിയ. ഇവിടെ ബേസ് ഏരിയ എന്താണ്? ബേസ് ഏരിയ ദറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ കണ്ടോ, ഇത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 12 ഇൻറ്റു 5. ഓക്കെ, 12 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 60 ബേസ് ഏരിയ. ഒരു ബേസിൻ്റെ ഏരിയ. അപ്പോൾ എത്ര ബേസ് ഉണ്ട്? 2 ബേസ്. അപ്പോൾ 2 ഇൻറ്റു ബേസ് ഏരിയ ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 60 ദറ്റ് ഈസ് ഈക്വൽ ടു 120. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് LSA വേണമെങ്കിൽ ബേസ് പെരിമീറ്റർ. ബേസ് പെരിമീറ്റർ എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി കൂട്ടണം. അതായത് 2 ഇൻറ്റു L+B ആണ് അല്ലേ? അതായത് 2 ഇൻറ്റു 12 പ്ലസ് 5. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു L. ഇനി ഇതിൻ്റെ കൂടെ ഹൈറ്റും കൂടി എടുക്കണം, H. ഓക്കെ, അപ്പോൾ LSA ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 തന്നിട്ടുണ്ട്, ഞാൻ 15 എടുത്തു. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 15 ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു. 12 ഇൻറ്റു 15 പ്ലസ് 5 ഇൻറ്റു 15. ഓക്കെ, ഉണ്ടോ? ഇതിനുള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 12 ഇൻറ്റു 15 12 ഇൻറ്റു 15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180. ഇത് 180 പ്ലസ് ഇവിടെ എത്ര വന്നു? 75. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഓരോന്നിനെ ഇനി ഇതിനെ ഇതിലേക്കാക്കിയ 360 പ്ലസ് ഇത് 150. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൂടെയെന്ന്. ഞാൻ വേറൊരു ഫോമുലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 360 പ്ലസ് 150. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എത്ര വന്നു? 510. അപ്പോൾ 510 വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതൊക്കെ കൂടി ആഡ് ചെയ്യണ്ടേ? ഇവിടുത്തെ 120, പിന്നെ 360, ഇനി ഇവിടെ ഏതാ 150. ഇതെല്ലാം കൂടി ആഡ് ചെയ്തു. അപ്പോൾ 120 പ്ലസ് 510 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ 03630 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ ഇത് കിട്ടിയേക്കണേന്ന്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. അതായത് ഇതേപോലത്തെ റെക്റ്റാങ്കുലർ പ്രിസമാണെങ്കിൽ TSA ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ ചെയ്യേണ്ടത്? 2 ബേസ് ഏരിയ, അതായത് ഇവിടെ 2LB എന്ന് എഴുതി. പിന്നെ എന്ത് ചെയ്യണം? LSA ഉണ്ടോ? 2 ബേസ് ഏരിയ കഴിഞ്ഞാൽ പിന്നെ LSA എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നോക്കി 2 ഇൻറ്റു L+B ഇൻറ്റു H എഴുതി.
ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് എല്ലാ ടൂവിനെയും കൂടെ ഔട്ട് സൈഡിൽ എടുത്തു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, എൽ ബി പ്ലസ് എച്ച് എൽ പ്ലസ് ബി എച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഈ ഫോമുല ടി എസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു ഫോമുല പഠിച്ചാൽ നോക്കിയാൽ 2 ഇൻറ്റു എൽ ബി, അതായത് 12 ഇൻറ്റു 5 പ്ലസ് എച്ച്. കണ്ടോ, അതായത് മൂന്ന് നമ്പേഴ്സാണ് നമുക്ക്. അതായത് ലെങ്ത്ത് ദറ്റ് ഇസ് ഈക്വൽ ടു 12, ബ്രെഡ്ത്ത് ദറ്റ് ഇസ് ഈക്വൽ ടു 5, ഹൈറ്റ് ദറ്റ് ഇസ് ഈക്വൽ ടു 15 ആണെങ്കിൽ ഇപ്പോൾ അതെ 12 നമുക്കിവിടെ 12 ഇൻറ്റു 5. ഇനി പ്ലസ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, 12 ഇൻറ്റു 15 പ്ലസ് 15 ഇൻറ്റു 5 എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇതിനെ. അപ്പോൾ ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നോക്കി 12 ഇൻറ്റു 15, 5 ഇൻറ്റു 15. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയത് കണ്ടോ, ഇതാ ഇതും കിട്ടി 12 ഇൻറ്റു 5 എന്നിട്ട് ഇൻറ്റു 2 ചെയ്തു. അതുകൊണ്ട് എല്ലാത്തിനെയും 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടി എസ് എ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമുല പഠിച്ചു വെച്ചാൽ, അപ്പോൾ ടി എസ് എ റെക്റ്റാങ്കുലർ പ്രിസം ആണെങ്കിൽ ടി എസ് എ ദാറ്റ് ഇസ് ഈക്വൽ ടു എൽ ബി പ്ലസ് എച്ച് എൽ പ്ലസ് ഇനി എന്ത് ചെയ്യാം കണ്ടോ ബി എച്ച്. ഈ ഫോമുല പഠിച്ചാൽ എളുപ്പം കഴിയും കേട്ടോ. അത് പിന്നീട് നമുക്ക് ആവശ്യം വരുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പോൾ പേജ് നമ്പർ 174 2 പ്രോബ്ലംസാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ഒരു വർക്കൗട്ട് എക്സാമ്പിളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനത് ജനറൽ ഫോമുല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു റെക്റ്റാങ്കുലർ പ്രിസം, ദാറ്റ് മീൻസ് ആ റെക്റ്റാങ്കുലർ പ്രിസം ആണെങ്കിൽ നമുക്ക് 2 ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എച്ച് എൽ എന്ന് പറഞ്ഞൊരു കോമൺ ഫോമുല ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ടി എസ് എ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബേസ് ഏരിയ പ്ലസ് എൽ എസ് എ. ഈ ഒരു ഫോമുലയും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും അത് ഓർത്ത് വെച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു.